ഇന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അബുൽ അബ്ബാസ് അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ആണ്ടിൻ്റെ ദിവസമാണ്. അല്ലാഹു തആല അവരുടെ മദദും സഹായവും നമ്മുടെ എല്ലാ മേഖലകളിലും അല്ലാഹു നൽകുമാറാവട്ടെ. ഔലിയാക്കളുടെ ഉത്തമമായ ഒരു മാതൃക നേരത്തെ ഉസ്താദ് ഇവിടെ പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഔലിയാക്കൾക്ക് ക്ഷാമമില്ലാത്ത ഒരു കാലമാണ്. മുരീദന്മാരെ കിട്ടാനില്ല, എന്നാൽ ഔലിയാക്കൾ ഇഷ്ടംപോലെ കിട്ടാനുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ പണ്ട് അങ്ങനെയല്ല. ഒരാൾ വലിയാണെങ്കിൽ പോലും എന്നെ ആരെങ്കിലും അറിയുന്നുണ്ട് എന്ന് അവർ വിവരം കിട്ടുമ്പോഴേക്ക് അവരോടിപ്പോവുകയാണ്. ബഹുമാനപ്പെട്ട റഈസു താബിഈൻ സയ്യിദുനാ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹു ആ രൂപത്തിൽപ്പെട്ട ഒരാളാണ്. മഹാനവറുകൾ വലിയ മഹാനാണ്. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച് തങ്ങളെ കാണാനുള്ള ഭാഗ്യം ലഭിക്കാത്ത ഒരു വലിയ മഹാൻ. പക്ഷേ തങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച് തങ്ങളെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് മദീനയിലെത്തി കാണാൻ കഴിയാതെ തിരിച്ചു വന്ന് ഈ വിവരം തങ്ങളറിഞ്ഞ് വലിയ മഹത്വം അദ്ദേഹത്തിന് കൊടുത്തു. ആ ഉവൈസ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് കേട്ടപ്പോഴേക്ക് ആളുകളൊക്കെ ഓടിപ്പോയി മഹാനവറുകൾ അരികിലേക്ക്. ഉടനെ തന്നെ ആളുകൾ എൻ്റെ അരികിലേക്ക് വരുന്നുണ്ട് എന്ന വിവരം കിട്ടിയപ്പോഴേക്ക് സ്ഥലം വിട്ടുപോയി. എന്നാരും അറിയപ്പെടാൻ പാടില്ല. അങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അവിടെയുള്ള ആളുകളും എന്നെ അറിയുന്നുണ്ട്, തിരിച്ചറിയാൻ തുടങ്ങി എന്ന് അറിഞ്ഞപ്പോഴേക്ക് സ്ഥലം വിട്ടുപോയി. ആർക്കും പിടികൊടുക്കാതെ അല്ലാഹുവിലേക്ക് മാത്രം മുറിഞ്ഞുകൊണ്ട് ജീവിതം നയിച്ച മഹാന്മാരാണ് കഴിഞ്ഞുപോയ ഔലിയാക്കൾ. ആരും എന്നെ അറിയപ്പെടാൻ പാടില്ല. ആരെങ്കിലും എന്തെങ്കിലും ത്വരീഖത്തുമായി ദിക്റുമായി അവരെ സമീപിച്ചാൽ ഞാനതിൻ്റെ അർഹനല്ലെന്ന് പറഞ്ഞ് അവർ മാറിപ്പോവുകയാണ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കാലം മാറിപ്പോയി. ഏറ്റവും നല്ല ബിസിനസ്സായി, കച്ചവടമായി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആത്മീയതയാണ്. ഒറിജിനലിനെ വെല്ലുന്ന രൂപത്തിൽ ഔലിയാക്കൾ വിലായത്തിൻ്റെ പദവി വാദിച്ചുകൊണ്ട് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഒരാൾ നടന്നു പോകുമ്പോൾ നിനക്ക് ദിക്ർ കിട്ടിയിട്ടില്ലേ, ഞാൻ തരാം, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വഴിയെ പോകുന്നവരെ വിളിച്ച് ദിക്ർ കൊടുത്ത് അവരെ വലിയ ദർജയിലേക്ക് എത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് സയ്യിദി അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം നമ്മൾ അറിയേണ്ടത്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഷാളും തോളിലിട്ട് ഒരു ഭാഗത്തിങ്ങനെ ചടഞ്ഞിരിക്കുന്നവരല്ല അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അങ്ങനെ ഒരാളെയും കാണാൻ കഴിയില്ല. ലോകത്തെ ഏറ്റവും വലിയ മഹാനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങളെക്കാൾ വലിയ മഹാൻ ലോകത്തില്ല. തങ്ങൾ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്. തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവൻ അന തഖാക്കും, ഞാനാണ് ഏറ്റവും കൂടുതൽ തഖ്വയുള്ള ആളെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പം തങ്ങളെക്കാൾ വലിയ മികച്ച ഒരാളും ലോകത്തില്ല. ആ തങ്ങൾ ഇബാദത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച വരുത്താതെ സൃഷ്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വെള്ളം കോരിയിട്ടുണ്ട്, ചെരുപ്പ് തുന്നിയിട്ടുണ്ട്, അങ്ങാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി എല്ലാം ചെയ്തു കൊടുത്തവരാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ രൂപത്തിലേക്കാണ് പിൽക്കാലത്തുള്ള ഔലിയാക്കൾ കടന്നു വന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട മഹാനാണ് സയ്യിദുനാ ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. അവരുടെ ജീവിതം എന്താണ്?
ത്വരീഖത്തുണ്ട്, വലിയ വിലായത്തുണ്ട്, കറാമത്തെല്ലാം ഉണ്ട്. പക്ഷെ അങ്ങനൊക്കെ ഉണ്ടെങ്കിലും പാവങ്ങളെ സഹായിക്കുന്ന വിഷയത്തിൽ ഏറ്റവും വലിയ മുമ്പന്തിയിലാണ് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. അത് മനുഷ്യർക്ക് മാത്രമല്ല, മനുഷ്യേതര ജീവികൾക്ക് പോലും കാരുണ്യം മഹാനവറുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് വഫാത്തായ സമയത്ത് എത്ര ആളുകളാ, ലക്ഷക്കണക്കിന് ആളുകൾ അവിടുത്തെ ജനാസയുടെ കൂടെ സംബന്ധിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ജനാസ അതാ പള്ളിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആളുകൾ ഇങ്ങനെ ദിക്ർ ചൊല്ലി പള്ളിയിലേക്ക് ജനാസ കൊണ്ടുപോകാണ്. അപ്പം ആളുകളുടെ തലക്ക് മുകളിൽ പച്ച പരവതാനി വിരിച്ചതുപോലെ ചെറിയ ചെറിയ കിളികൾ ഇങ്ങനെ വന്ന് ആ ജനാസയെ അനുഗമിക്കുന്നു. വലിയ ഒരു പച്ച പരവതാനി വിരിച്ചതുപോലെ ഒന്നല്ല രണ്ടല്ല, ആളുകളുടെ മുഴുവനും തലക്ക് മുകളിലായി അതാ ഒരു കൂട്ടം പക്ഷികൾ വരികയാണ്. എന്താ കാരണം? അവർക്ക് ചെയ്തു കൊടുത്ത കാരുണ്യമാണത്. അവർക്ക് ചെയ്തു കൊടുത്ത കാരുണ്യത്തിൻ്റെ പകരം അവർ കൊടുക്കുന്നതാണ്. മഹാനവറുകൾ ഭക്ഷണം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചൊരു റൂമുണ്ട്. ആ റൂമിൻ്റെ ഉള്ളിൽ ഒരിക്കലിങ്ങനെ നടന്നു പോകുമ്പോൾ കൽബ് കുറച്ച് നായകൾ വന്നിട്ട് അതിൽ നിന്നിങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ആളുകൾ വന്നിങ്ങനെ ആട്ടി ഓടിക്കാൻ തുടങ്ങി. ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ആട്ടി ഓടിക്കണ്ട, അവരവിടെ കഴിച്ചോട്ടെ. ഇനി ആരെങ്കിലും ആട്ടി ഓടിക്കുമോ? ആ പേടി കൊണ്ട് മഹാനവറുകൾ ആ വീടിൻ്റെ വാതിലിൽ കാവൽ നിൽക്കുന്നു. ഈ നായകൾ അവരിഷ്ടം പോലെ കഴിക്കട്ടെ, അവര് വയറ് നിറയട്ടെ, ആ ഒരു ലക്ഷ്യത്തോടെ മഹാനവറുകൾ കാവൽ നിൽക്കുന്നു. നോക്ക് നിങ്ങൾ സഹോദരങ്ങളെ, അങ്ങനെ എല്ലാ ജീവികൾക്കും, മനുഷ്യർക്ക് മാത്രമല്ല മനുഷ്യേതര ജീവികൾക്ക് പോലും കാരുണ്യം കാണിച്ചു കൊടുത്തു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ, നമുക്കെല്ലാവർക്കും അറിയുന്നതല്ലേ, മഹാനവറുകൾ കുഷ്ഠരോഗം പിടിച്ച, വെള്ളപ്പാണ്ട് പിടിച്ച ആളുകളെ ശുശ്രൂഷിക്കുന്ന സ്വഭാവമുണ്ട്. കുഷ്ഠരോഗം പിടിച്ച നായകളെ കാണുമ്പോ അവരെ പിടിക്കുകയാണ്, എന്നിട്ട് ശുശ്രൂഷിക്കുന്നു. അവർക്കതാ ആ നായയെ പിടിച്ചുകൊണ്ട് ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോകുന്നു. ആളുകൾ ഇങ്ങനെ ആട്ടി ഓടിക്കുമ്പോ ആളുകളോട് പറയും, നിങ്ങൾ ഓടിക്കണ്ട, ആ നായയെ പിടിക്കുകയാണ്. എന്നിട്ടതാ ആരുമില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്ത് പോയി നല്ല ചികിത്സ കൊടുക്കുകയാണ്, മരുന്ന് കൊടുക്കുകയാണ്, അതിൻ്റെ രോഗം മാറ്റിക്കൊടുക്കുകയാണ്. 40 ദിവസത്തോളം ആ മൃഗത്തിൻ്റെ ആ നായയുടെ തൊട്ടാൽ 7 വട്ടം കഴുകൽ നിർബന്ധമല്ലേ, മുഗല്ലദായ നജസാണ്. ആ നായയെ പിടിച്ചുകൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ട് ആളുകളിലേക്ക് വിടുന്നു. അപ്പൊ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തൊട്ടാൽ 7 വട്ടം കഴിവുണ്ട ആളുകൾ കല്ലെടുത്തെറിയുന്ന ഈ നായയെ ശുശ്രൂഷിക്കാൻ കാരണം എന്താണ്? അപ്പൊ മഹാനവറുകളെ മറുപടി, നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ അള്ളാഹുവിന്റെ ചോദ്യം വരും, ഈ അഹമ്മദുൽ കബീറിനോട് നിനക്ക് റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന് ഈ നായക്കൊരിക്ക് കാരുണ്യം കൊടുക്കാൻ നിന്റെ കയ്യിലുണ്ടായിട്ടില്ലേ എന്നെന്റെ റബ്ബ് ചോദിക്കുമ്പോ ഞാനവിടെ മറുപടിയില്ലാതെ കുടുങ്ങിപ്പോകരുത്. ഇങ്ങനെ മനുഷ്യന്മാരോടും മനുഷ്യേതര ജീവികളോടും കാരുണ്യം കാണിച്ച വലിയ വിലായത്തിന്റെ ദർജയിലെത്തിയ അഖ്താബുൽ അർബയിൽ രണ്ടാമതായി എണ്ണപ്പെടുന്ന വലിയ മഹാനാണ് സയ്യിദുനാ അഹമ്മദുൽ കബീർ റിഫായി. ഒരു ഭാഗത്ത് ദിക്ർ മാത്രമല്ല, അപ്പുറത്ത് ദർസ് നടത്തുന്നുണ്ട്, ഇപ്പുറത്ത് നിസ്കാരമുണ്ട്, അവിടെ ആളുകളെ സഹായിക്കുന്നുണ്ട്, പാവങ്ങൾക്ക് വിറക് വെട്ടി കൊടുക്കുന്നുണ്ട്, നാൽക്കാലികളെ സഹായിക്കുന്നുണ്ട്, ജീവികളെ സഹായിക്കുന്നുണ്ട്.
ഇവരാണ് ഔലിയാക്കള്. അതല്ലാതെ വലിയായി കഴിഞ്ഞ പിന്നെ ജനങ്ങളോടൊന്നും ബന്ധമില്ല. ഞാൻ വലിയ മഹാനാണ്, എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരണം എന്ന് വാദിക്കുന്നവരല്ല ഔലിയാക്കള്. അവര് താഴ്മയോടെ ജീവിക്കുന്നവരാണ്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ആളുകളെ ചീത്ത പറയൂല, തെറി പറയൂല. ആളുകൾ അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചാശ്വാസത്തിന്റെ വാക്കുകളാണ് അവര് തിരിച്ചു പറയുന്നത്. മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്കതാ ആ കാലഘട്ടത്തിൽ ജീവിച്ചവര് പണ്ഡിതൻ കത്തെഴുതി. ഈ കത്ത് ഷെയ്ഖ് റിഫായി തങ്ങളെ ശിഷ്യന്റെ അരികിൽ കൊടുത്തുവിട്ടു. ശിഷ്യനോട് ഉസ്താദ് പറഞ്ഞു വായിക്കണം. ഷെയ്ഖ് റിഫായി തങ്ങൾ ശിഷ്യൻ ഇങ്ങനെ വായിക്കാൻ വായിച്ചു കുറെ അങ്ങനെ എത്തിയപ്പോ ആ കത്തിലൊരു പരാമർശം യബ്നൽ കൽബ്, നായയുടെ മകനെ. ആരെ വിളിക്കുന്നത്? ഷെയ്ഖ് റിഫായി തങ്ങളെയാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചിട്ട് അവസാനം വിളിക്കുന്നു യാ മൻ ജാമഅ ബൈനർ റിജാലി വന്നിസാ. അന്യ സ്ത്രീ പുരുഷന്മാരെ ഒരുമിച്ച് കൂട്ടുന്ന വേശ്യാവൃത്തിക്ക് അതാ എല്ലാ നിലക്കും സൗകര്യം ചെയ്തു കൊടുക്കുന്നവന് എന്നൊക്കെ പറഞ്ഞ് ഷെയ്ഖ് റിഫായി തങ്ങൾ അഭിസംബോധന ചെയ്യാണ് കത്തിലൂടെ. ഇതൊക്കെ കഴിഞ്ഞപ്പോ ഷെയ്ഖ് റിഫായി തങ്ങൾ സമാധാനത്തോടെ കേട്ടു നിന്നിട്ട് പറഞ്ഞു എഴുതണം മറുപടി. എന്താ മറുപടി? ആ കത്തിൽ അദ്ദേഹത്തിന് എഴുതുകയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പാവപ്പെട്ട അഹ്മദുൽ കബീറിന് വല്ല വീഴ്ചകളും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. എന്റെ പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണേ. അവരല്ലേ ഔലിയാക്കള്. എന്തെങ്കിലും പണ്ഡിതന്മാര് പറയുമ്പോഴേക്ക് അവരെ തെറി പറയുന്നവരല്ല ഔലിയാക്കള്. അവരെ കുറിച്ച് വേണ്ടാത്തരം പറയുന്നവരല്ലല്ലോ. അതിന് വേണ്ടി ഏജന്റുമാരെ വിടുന്നവരല്ലല്ലോ. തിരിച്ചെന്ത് പറഞ്ഞാലും ഖാലൂ സലാമാ, അവരോട് സലാം പറഞ്ഞ് അവരെ വിട്ടുകൊടുത്തുകൊണ്ട് തിരിച്ചു പോരുന്നു. ഇങ്ങനെയുള്ള മഹാന്മാരെപ്പോഴും ദിക്റിലാണ്, അവരെ നാവിലെപ്പോഴും ദിക്റാണ്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു നിർത്തുകയാണ്. അങ്ങനെ ദിക്ർ ചൊല്ലി 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 നാവ് പച്ച പിടിക്കണം. അതാണ് ഉസ്താദ് പറഞ്ഞത്, മരിക്കുന്ന നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വറക്ക ഉച്ചത്ത് ചൊല്ലാൻ കഴിയണം. ഒരാളും ചൊല്ലിത്തരാതെ, ചൊല്ലൂന്ന് പറയാതെ നമുക്ക് ചൊല്ലാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഷെയ്ഖ് റിഫായി തങ്ങൾ മരിക്കാൻ നേരത്ത് ശിഷ്യനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ കുറച്ച് വെള്ളം കൊണ്ടുവരണം. വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ വെള്ളം കുടിച്ച് എന്നിട്ട് കുളിച്ച് വൃത്തിയായി വസ്ത്രം കൊണ്ടുവരാൻ പറഞ്ഞു. വസ്ത്രമൊക്കെ ധരിച്ച് മഹാനവറുകളതാ കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണ്. കിടന്നിട്ടൊരൊറ്റ ചൊല്ലല് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരൊറ്റ കലിമത്ത് അങ്ങ് ചൊല്ലി. പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല. നല്ല വൃത്തിയായി കുളിച്ച് വുദൂ എടുത്ത് കട്ടിലിൽ കിടന്നിട്ടതാ ദിക്റ് കൊണ്ട് മരിക്കുന്നു. അവർക്ക് എങ്ങനെ കഴിഞ്ഞു അത്? അവരെ ജീവിതകാലത്ത് എപ്പോഴും ദിക്റാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് പതിവാക്കുന്നവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ഹദ്ദാദ് റാത്തീബില്ലേ, എത്ര ദിക്റാണ് അതിലുള്ളത്. അത് നിസ്സാരമല്ലല്ലോ. നിങ്ങൾ നോക്ക്, 25 ദിക്റ് ചൊല്ലുമ്പോഴേക്ക് നമുക്ക് ക്ഷീണം വന്നുപോയി. ഇന്നും യമനില് ചരിത്രത്തിൽ കാണാം 1000 ദിക്റ് ചൊല്ലുന്ന പള്ളികൾ ഇന്നുമുണ്ട്. റമദാനാകുമ്പോ 2000 ദിക്റാ. ഹദ്ദാദിലെ ദിക്റാ ഞാൻ പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ദിക്റ് നമുക്ക് 25 100 ചൊല്ലുമ്പോഴേക്ക് ക്ഷീണം വന്നുപോയി.
പക്ഷേ മഹാന്മാരങ്ങനെയല്ല. അവർക്ക് എന്ത് വിഷമം വന്നാലും ടെൻഷന് വന്നാലും അല്ലാഹുവിലേക്കാണ് അവർ മടങ്ങുന്നത്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അവര് പൊട്ടി പൊട്ടി കരയുന്നു. അങ്ങനെ ജീവിച്ച മഹാന്മാരാണ് നമ്മുടെ പൂർവികരായ ആളുകൾ. ആ റൂട്ടിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ദുന്യാവിന്റെ പച്ചപ്പ് കണ്ട് എന്തെങ്കിലും സുഖങ്ങൾ കാണുമ്പോഴേക്ക് ആഖിറം മറന്നു പോകരുത്. അല്ലാഹു കുറെ ദുന്യാവ് നമ്മുടെ കയ്യിൽ തരുമ്പോഴേക്ക് പിന്നെ ദിക്റ് വേണ്ട, ഹജ്ജാദ് വേണ്ട, മൗലിദ് വേണ്ട, മഹദറത്തുൽ ബദരിയ വേണ്ട. ഈ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറിക്കൂടാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എത്ര ജനങ്ങളാണ് ദുന്യാവ് അല്ലാഹു കുറച്ച് കൊടുക്കുമ്പോഴേക്ക് പിന്നെ ആഖിറം മറന്നുപോയി. ഗൾഫിലേക്ക് പോകുമ്പോ ഇഷ്ടം പോലെ അതാ ആളുകളെ വിളിച്ച് മൗലിദ് നടത്തി മരിച്ച ഉമ്മാന്റെ വാപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്ത് ഉസ്താദുമാരെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിച്ച് അങ്ങനെ എല്ലാ വിഷയത്തിലും സജീവമാണ്. പള്ളിയിലെ മൗലിദിന് സജീവമാണ്, ഭക്ഷണം കൊടുക്കാൻ സജീവമാണ്, മഹദറത്തുൽ ബദരിയക്ക് സജീവമാണ്, എല്ലാ വിഷയത്തിലും സജീവമാണ്. അതങ്ങനെ ഗൾഫിലൊക്കെ പോയി 4 കാശ് റബ്ബ് കൊടുത്തപ്പോഴേക്ക് പിന്നെ ദിക്റ് വേണ്ട, പള്ളിയിലെ മൗലിദ് വേണ്ട, അറബിയിലുള്ള ഖുതുബ പോലും നമുക്ക് വെറുപ്പായി പോയി. നമ്മൾ ഗൾഫിൽ പോയി അവിടെ കാണുന്ന ആളുകൾ നമ്മൾ അവരെ കൂട്ടുകൂടിയത് ബിദ്അത്തുകാരോടാണ്. ബിദ്അത്തിന്റെ ദോഷം എത്രയാണ്. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, ബിദ്അത്ത് പിടിവിട്ടുപോയാൽ ഒരിക്കലും രക്ഷപ്പെടൂല. അത് രക്ഷപ്പെടൂല. നമ്മൾ ചിന്തിക്കും സുബ്ഹാനല്ലാഹ്, അത് നമ്മളെ മക്കളെ കെട്ടിക്കുമ്പോ ഒരു പുത്തൻ വാദിയെ കൊണ്ട് കെട്ടിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് എത്രയാണ്. ഞാൻ ഓർക്കുകയാണ്, ഞാനിവിടെ ഉസ്താദിന്റെ അടുത്ത് വരുന്ന മുമ്പ് താമരശ്ശേരിയിലായിരുന്നു ദർസ് നടത്തിയിരുന്നത്. അവിടെ തച്ചമ്പൊയിൽ എന്ന് പറയുന്ന ഒരു മഹല്ല് പള്ളിയാണ്, കാന്തപുരത്തിന്റെ തൊട്ടടുത്ത മഹല്ല്. അവിടെ ഞാൻ ദർസ് നടത്തുമ്പോൾ ഒരു പ്രായമുള്ള ഉപ്പ എല്ലാ വഖത്തിലും പള്ളിയിൽ സജീവമാണ്, എല്ലാ വിഷയത്തിലും സജീവമാണ്. അദ്ദേഹത്തെ കാണുന്നില്ല ഒരു ദിവസം. അപ്പം ഞാൻ മോദിനോട് ചോദിച്ചു, നമ്മുടെ ഇക്കായിനെ കാണുന്നില്ലല്ലോ, ഉപ്പൻ എവിടെ പോയി? അവിടെ ഇക്കായി എന്നാ വിളിക്കുക, നമ്മളിപ്പോൾ സംസുവാക്കാൻ തന്നെ അവരെ സംസുക്കായി എന്നാ പറയാം, അവരങ്ങനെ പറയാം. അപ്പം ഞാൻ പറയാം, ഇയാളെ കാണുന്നില്ലല്ലോ. അപ്പം പറഞ്ഞു, നിങ്ങൾ കണ്ടിട്ടില്ലേ, ബാങ്ക് കൊടുക്കുമ്പോൾ ളുഹറിൻ്റെ മുമ്പ് 12 മണിയാകുമ്പോൾ നിങ്ങൾ പുറത്തെ പള്ളിക്ക് വന്ന അയാളെ കാണാം. അപ്പം അയാൾ എന്താ ചെയ്യുന്നത്? പള്ളിയുടെ മുന്നിലൂടെ പോവാണ്. എങ്ങോട്ട്? തൊട്ടപ്പുറത്തുള്ള ബിദ്അത്തുകാരെ പള്ളിയിലേക്ക്. പെട്ടെന്നൊരു മാറ്റം. എന്താ മാറാൻ കാരണം? അദ്ദേഹത്തിൻ്റെ മരുമകൾ ഒരു ബിദ്അത്തുകാരിയാണ്. അപ്പം എന്തു പറഞ്ഞാ കെട്ടിക്കൊണ്ടുവന്നത്? അത് ബിദ്അത്തായാലും കുഴപ്പമില്ല, നമ്മളെ വീട്ടിൽ ഇങ്ങോട്ട് വരല്ലേ, നമ്മക്ക് മാറ്റിയെടുക്കാലോ. ഇങ്ങോട്ട് വരല്ലേ, അങ്ങോട്ട് കൊണ്ടുപോവില്ലല്ലോ, ഇങ്ങോട്ട് വരല്ലേ. വലിയ അബദ്ധം ആണത്, വലിയ അബദ്ധമാണ്. ബിദ്അത്തുകാർ അങ്ങനെ ആ കുടുംബത്തെ മാറ്റി അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിദ്അത്തിനോട് ഒരു ലവലേശം പോലും കൂറ് കാണിക്കാതെ നമ്മുടെ പൂർവികരായ മഹാന്മാർ അവർ കാണിച്ചു തന്ന ആ നല്ല പാതയിലൂടെ നല്ല നിലക്ക് നമ്മളിങ്ങനെ മുന്നോട്ട് പോകണം. അങ്ങനെ മരണപ്പെട്ട് ആഖിറത്തിലെത്തുമ്പോൾ നമ്മുടെ ഉസ്താദുമാരോടുകൂടെ, മശായിഖന്മാരോടുകൂടെ, നമ്മുടെ ഉമ്മ വാപ്പാനോടുകൂടെ നമുക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനെന്തു വേണം? ഈ ദുന്യാവിൽ അവർ ജീവിച്ച പാതയിലൂടെ നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. ഇതൊന്നും നമ്മളാരും തുടങ്ങിയതല്ലല്ലോ. നമ്മളെ പൂർവികരായ മഹാന്മാര് ബദരീങ്ങളെ മദ്ഹ് പാടാൻ വേണ്ടി ലോകത്ത് പഠിപ്പിച്ച നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ബദരീങ്ങളെ മദ്ഹ് പാടാൻ വേണ്ടി അതാ അന്നത്തെ കാലത്തെ കുട്ടികളോട് പറയാണ്,
ഇങ്ങനെ ലോകത്ത് നമുക്ക് വേണ്ട എല്ലാ വിഷയങ്ങളും മതം പൂർത്തീകരിച്ചു തന്ന നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും എന്തെങ്കിലും പുതിയ വിദ്യകൾ കാണിച്ച് നമ്മളെ മുന്നിലേക്ക് വരുമ്പോ അയാൾ വലിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു മഖാമിലേക്ക് നമ്മൾ പോകുമ്പോ അവിടെ എന്തെങ്കിലും മായാജാലങ്ങൾ, കൺകെട്ട് വിദ്യകൾ, എന്തെങ്കിലും മാജിക് കാണിക്കുമ്പോഴേക്ക് അയാൾ വലിയാണെന്ന് പറയരുത്. അദൃശ്യമായ അതാ നിങ്ങൾ നോക്ക്, മഹാന്മാര് ബഹുമാനപ്പെട്ട തഫ്താസാനി ഇമാം ശറഹുൽ അഖായിദിൽ പറഞ്ഞില്ലേ, അമാനുഷിക സിദ്ധികൾ ഔലിയാക്കളിൽ നിന്ന് മാത്രമല്ല, അമ്പിയാക്കളിൽ നിന്ന് മാത്രമല്ല, അഥവാ ജ്യോത്സ്യന്മാരിൽ നിന്ന് പോലും അമാനുഷിക സിദ്ധികൾ വരും. അത് ഔലിയാക്കളെ കറാമത്തോ അമ്പിയാക്കള് മോചിതത്തോ അല്ല, അത് ഇർഹാസാത്തുകളാണ്, പൊട്ടീസുകളാണ്. അതിലൊന്നും നമ്മൾ പെട്ടുപോകരുത്. അത്തരം എന്തെങ്കിലും കറാമത്തുകൾ കണ്ട് അതിന് പെട്ടുപോയാൽ നമ്മളെ ഈമാന് പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ശരിക്ക് നമ്മൾ ആലോചിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഇന്ന സ്ഥലത്തൊരു വലിയുണ്ടെന്ന് പറയുമ്പോഴേക്ക് അവിടെ പോയി കൈപിടിച്ചു മുത്താനോ അവരെ ബൈഅത്ത് ചെയ്യാനോ അവരോട് ദിക്ർ വാങ്ങാനോ അവരെ ത്വരീഖത്തിൽ ചേരാനോ നമ്മൾ നിൽക്കേണ്ടതില്ല. അതിൻ്റെ അർത്ഥം അങ്ങനെ ആരെങ്കിലും ഇരിക്കുമ്പോ അവരെ കുറ്റം പറയാനും നമ്മൾ പോകണ്ട. അതിനും നമ്മളെ മതം അംഗീകരിക്കുന്നില്ല. നമ്മുടെ മഹാന്മാര് ഏത് റൂട്ടാണോ പഠിപ്പിച്ചു തന്നത് ആ റൂട്ടിൽ നമ്മൾ നിൽക്കണം. അവര് ഏത് റൂട്ടിലാണോ ഉള്ളത് അവരെ ബഹുമാനിക്കണം. അങ്ങനെ സ്വാലിഹീങ്ങളുമായി സഹവസിച്ചുകൊണ്ട് സ്വാലിഹീങ്ങളോടുകൂടെ ഒരുമിച്ച് ജീവിച്ച് ആഖിറത്തിൽ അവരോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാന്മാരുടെ മദ്ഹുകൾ പറയുന്നതും പാടുന്നതും അത് വലിയ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള കാരണമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മഹാന്മാരെ പറയണം, പാടണം, പുകഴ്ത്തണം, അത് കേൾക്കണം.